ഈ കായിക എക്കോണമി നമ്മൾ കേരളത്തിൽ നടപ്പിലാക്കിയതിന്റെ ഭാഗമായാണ് അർജന്റീന ടീം അടക്കമുള്ള ടീമുകളൊക്കെ തന്നെ നമ്മൾ കേരളത്തിൽ കൊണ്ടുവരുന്നത്. ആ ഒരു എക്കോണമിയുടെ വർക്കൗട്ടാണ്. അപ്പോൾ മെസ്സി അടക്കമുള്ള താരങ്ങൾ നമ്മുടെ അടുത്ത ദിവസം വരുന്ന സെപ്റ്റംബറിൽ നവംബറിൽ ഇവിടെ എത്തുകയാണ്. നിങ്ങളുടെ എറണാകുളം ജില്ലയിൽ കൊച്ചിയിലാണ് ആ മത്സരം. അതെല്ലാം തന്നെ ഫുട്ബോളിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം തന്നെ നമ്മുടെ കേരളത്തിലെ കായിക മേഖലയ്ക്ക് നല്ല രീതിയിൽ പ്രോത്സാഹനം നൽകുന്ന നിരവധി പദ്ധതികളാണ്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. പറവൂരിന്റെ കായിക മുന്നേറ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിക്കാൻ ഇതിലൂടെ കഴിയും. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നിങ്ങളുടെ MLA കൂടിയാണ്. അദ്ദേഹത്തിന്റെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. കായിക മേഖലയിൽ നൽകിയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഞാൻ നന്ദിപൂർവ്വം അത് ഓർക്കുകയാണ്. കാരണം ഓരോ MLAമാരുടെ ഇത്തരത്തിലുള്ള സഹായം കൊണ്ടാണ് ഞങ്ങളുടെ കായിക മേഖല. നിങ്ങൾക്കറിയാം, ഒരു കാലത്ത് കായിക വകുപ്പിന് കൂടുതൽ ഫണ്ട് ലഭ്യമാകാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നത് മാറിയിട്ടുണ്ട്. അത് MLAമാർ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെ സൂചിപ്പിച്ചു. അദ്ദേഹം സ്കൂളുകളിൽ നിർമ്മിക്കുന്ന പുതിയ ഇൻഡോർ സ്റ്റേഡിയങ്ങളെ കുറിച്ചൊക്കെ തന്നെ ഏറെ സന്തോഷമുണ്ട്. ഈ മേഖലയ്ക്ക് അങ്ങ് നൽകിയിട്ടുള്ള സംഭാവനകൾ